ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ആൻറ്റീസ് കിച്ചൻ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്കൊരു ബീഫ് ഫ്രൈ ഇന്ന് ഉണ്ടാക്കാം. അതിനായിട്ട് 1.5 കിലോ എല്ലോട് കൂടിയുള്ള ബീഫ് ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ചതച്ചതും ചേർക്കാം. രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ബീഫ് മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് കസ്തൂരി മേത്തിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യമായിട്ടുള്ളത് 1 ടീസ്പൂൺ ഉപ്പാണ്. കുറച്ച് സുർക്കയും ഒഴിച്ച് നല്ലോണം മിക്സാക്കി കൊടുക്കണം. മസാലകൾ ബീഫിൽ നല്ലോണം പിടിക്കത്തക്ക വിധം മിക്സാക്കി അരമണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം. പിന്നെ ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഒരു 4-5 വിസിലോ അടുപ്പിച്ച് കഴിഞ്ഞാൽ ആവി പുറത്തേക്ക് പോയാൽ മാത്രം കുക്കർ തുറക്കണം കേട്ടോ. ബീഫ് വെന്ത് കഴിഞ്ഞാൽ കുക്കറിൽ നിന്നും ബീഫ് എടുത്ത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്ത് എടുക്കാം. ഡ്രൈ ആയിട്ട് എടുക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഓയിൽ നല്ലോണം കുടിക്കും. ഫ്രൈ ആയി വരുമ്പോൾ അല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. കണ്ടോ, നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. പിന്നെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഉള്ളിൽ സോഫ്റ്റും പുറത്ത് ഡ്രൈയും ആയ ടേസ്റ്റുള്ള ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറുനാരങ്ങ നീരൊഴിച്ച് സവാളയും ബീഫിൽ കൂട്ടി കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ട്രൈ ചെയ്യണം എല്ലാവരും. ഇതുപോലെയുള്ള റെസിപ്പിക്ക് ആൻറ്റീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക. വീഡിയോ സ്കിപ്പ് ആവാതെ കാണണേ. താങ്ക് യു ഫ്രണ്ട്സ്. അസ്സലാമു അലൈക്കും.